ബീഫ് ഇങ്ങനെ എടുത്തിട്ട് ചങ്ങായിമാരെ ഇവിടെ വന്നാലുണ്ടല്ലോ ആ ചായയെല്ലാം നമ്മൾ തന്നെ ഇങ്ങനെ ഗ്ലാസ്സിലെടുത്ത് കുടിക്കണം കേട്ടാ. സ്ഥലം വേറെ ഇടല്ല, നമ്മളെ പയ്യാമ്പൽ തന്നെയാണ് കേട്ടാ. ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്ക് കല്ലുമ്മക്കായയിൽ ഇങ്ങനെ പൊരിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. ഇവിടെ കല്ലുമ്മക്കായിന്റെ മാവ് അങ്ങനെ വേവിച്ചത് ഇങ്ങനെയൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട്. ഈ പൊരിഞ്ഞോണ്ടിരിക്കുന്ന കല്ലുമ്മക്കായിന്റെ മണം ഒരു ഇല്ലാത്ത ഫീൽ ആണ് കേട്ടാ. സ്ഥലം വേറെ ഇടല്ല, ബോട്ട് തട്ടേടാ. പയ്യാമ്പലത്ത് കുറെ ഉള്ളോട്ടായതുകൊണ്ട് ഇവിടെ ഞാൻ ആദ്യമായിട്ട് വരുന്നത് കേട്ടാ. ചെങ്ങായി എന്നെ കൂട്ടിയിട്ട് വന്നേ. അപ്പോൾ കല്ലുമ്മക്കായി ആവാത്തതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ബീഫ് കറിയും പഴംപൊരിയും പറഞ്ഞിട്ടുണ്ട്. കാണാൻ നല്ല മജിയുണ്ട്, തിന്ന് നോക്കട്ടെ. നല്ല തേൻ്റെ മധുരമില്ല പഴംപൊരി ആയിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ നല്ല മണം പറക്കുന്ന ബീഫ് കറി ആയിരുന്നു. ഒരു പഴംപൊരി പറഞ്ഞത് പിന്നെ 3 പഴംപൊരിയായി. ഒരു പഴംപൊരി ഇങ്ങനെ പൊട്ടിച്ചിട്ട് ബീഫ് ഇങ്ങനെ എടുത്തിട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചിട്ടുണ്ടല്ലോ. ഇതാ പഴംപൊരി അടിപൊളി, ബീഫ് അടിപൊളി. ഇനി പയ്യാമ്പലത്ത് വന്നാൽ ബോട്ട് കെട്ടാൻ മറക്കണ്ട. നമ്മൾ ഗതി എപ്പോൾ ഇതായതുകൊണ്ട് പോകുന്ന വഴിക്ക് ഗേറ്റ് അടച്ചു. അങ്ങനെ ഒരു അമ്മമ്മയെ നമ്മൾ പരിചയപ്പെട്ടു കേട്ടോ. അമ്മമ്മ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ മിണ്ടാൻ തുടങ്ങിയതാണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഈ പ്രായത്തിലും ആൾ വീട്ടുപണി എടുക്കാൻ പോകുന്ന ഒരാളാണ് കേട്ടോ. റോഡ് സൈഡ് നമ്മൾ വെറുതെ നിൽക്കുന്നതായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് മിണ്ടിയതാണ് കേട്ടോ അമ്മമ്മക്ക് 3 പെമ്മക്കളാണ്. അതുകൊണ്ട് ആ മക്കളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ഒന്നും മിണ്ടാവുന്നതാണ്. കൂടുതൽ കുറ്റങ്ങളോ പരിഭവങ്ങളോ ഒന്നും പറയാണ്ട് തൻ്റെ ജീവിതത്തിൽ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് അമ്മമ്മ. അതുകൊണ്ട് തന്നെ നമ്മളോട് നോക്കി പോണേ മക്കളെ എന്ന് പറഞ്ഞൊരു ടാറ്റി തന്നിട്ട് അമ്മ എങ്ങനെ കടന്നു പോയിട്ടാ. ചില സമയങ്ങളിലെല്ലാം നമ്മളെ ലൈഫ് ഇങ്ങനെയാണ്. പ്രതീക്ഷിക്കാണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരും, ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ട് അവരങ്ങ് പോകട്ടാ. അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടാവാൻ വേണ്ടിയിട്ടും നമ്മൾ ഭാഗ്യം ചെയ്യണം. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. എൻ്റെ അക്കൗണ്ട് ആദ്യമായിട്ട് കാണുന്ന എല്ലാ ചങ്ങായിമാരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ആക്കണം കേട്ടോ. അപ്പോൾ എപ്പോൾ പറയുന്ന പോലെ നിങ്ങളെ പരിപാടി നടക്കട്ടെ, ആദ്യം പരിപാടി നടക്കട്ടെ.